ഹലോ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ടീച്ചേഴ്സ് ഡേ ഒക്കെ അല്ലേ, അപ്പോൾ എൻ്റെ കുട്ടി ടീച്ചർക്ക് കൊടുത്തൊരു ഗിഫ്റ്റ് വീഡിയോ ആയിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. എൻ്റെ കുട്ടിക്ക് 4.5 വയസ്സാണ്. അപ്പോൾ അവരുടെ സ്കൂളിലെ ഇൻസ്ട്രക്ഷൻ ഗിഫ്റ്റ് കൊടുക്കാൻ താല്പര്യമുണ്ടെങ്കിൽ കുട്ടികൾക്ക് പറ്റാവുന്ന രീതിയിൽ ഉണ്ടാക്കി കൊടുക്കാനായിരുന്നു പറഞ്ഞിരുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ മേടിച്ചതാണ് ഈ മോൾഡ് ആൻഡ് പെയിൻറ്റ് കിറ്റ്. ഇതുകൊണ്ടൊരു ഫ്രിഡ്ജ് മാഗ്നറ്റ് ഉണ്ടാക്കി ടീച്ചർക്ക് കൊടുത്താലോ? കിറ്റിനകത്ത് ഈ പിക്ചറിലുള്ള സാധനങ്ങളാണ് ഉണ്ടായിരുന്നത്. ഫ്രിഡ്ജ് മാഗ്നറ്റ് ഉണ്ടാക്കാൻ വേണ്ടി ആ കിറ്റിലുണ്ടായിരുന്ന പ്ലാസ്റ്റർ ഓഫ് പാരീസിൻ്റെ പൊടി ഞാൻ എടുക്കുകയാണ്. ഈ പൊടി പൊട്ടിച്ച് പെട്ടെന്ന് ബൗളിലോട്ട് ഇടുമ്പം അത് എയറിലോട്ട് സ്പ്രെഡാവും. അപ്പോൾ അങ്ങനെ അലർജി എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ പേരൻസ് തന്നെ ഇത് മിക്സ് ചെയ്ത് കൊടുക്കുന്നതാണ് സേഫ്. ഇനി ഇത് തന്നിരിക്കുന്ന ആനിമൽ മോഡിലോട്ട് ഒഴിക്കുക. എന്നിട്ടിത് മാറ്റി വെക്കണം. കാരണം ഒരു 6 to 8 hours എങ്കിലും ഇതൊന്ന് കട്ട് ചെയ്യാൻ വേണ്ടി എടുക്കും. ഞങ്ങളിത് ഓവർനൈറ്റാണ് വെച്ചിരുന്നത്. പിറ്റേ ദിവസമായപ്പോൾ നന്നായിട്ട് തന്നെ സെറ്റായി. ഇനി ഇത് പറഞ്ഞിരിക്കുന്നത് മൈക്രോ ഓവനിൽ വെക്കാനാണ്. കുറച്ചുകൂടെ ഹാർഡ് ആവാനായിട്ടെന്ന് തോന്നുന്നു. എൻ്റെ അടുത്ത് അതില്ലായിരുന്നു. പിന്നെ അതിനകത്ത് എഴുതിയിരുന്നത് കൊണ്ട് ഞാനൊരു കാസ്റ്റ് അയൺ പാൻ പ്രീഹീറ്റ് ചെയ്തിട്ട് അതിൻ്റെ മേളിലൊരു സ്റ്റാൻഡ് വെച്ചു. അതിൻ്റെ മേളിലായി ആനിമൽ ക്യാരക്ടർ വെച്ചൊന്ന് ഹീറ്റ് ചെയ്തെടുക്കുകയാണ് ലോ ഫ്ലെയിമിൽ. എന്നിട്ട് ഇതിൻ്റെ സൈഡൊക്കെ ഒന്ന് പോളിഷ് ചെയ്തെടുക്കുകയാണ്. ഇനി ഇത് കളറടിക്കാം. കൂടുതലും കുട്ടി തന്നെയാണ് ചെയ്തത്. പക്ഷേ അവന് ടഫായി തോന്നിയ ചില കാര്യങ്ങൾ ഞങ്ങൾ സഹായിച്ചു. ശേഷം ഉണ്ടാക്കി വെച്ചിരുന്ന ആനിമൽ ക്യാരക്ടറിലോട്ട് ഗ്ലൂ തേക്കുകയാണ്. കാരണം ഇത് കുറച്ച് ഷൈനിങ് ആകാനായിട്ടാണ്. ഗ്ലൂ കംപ്ലീറ്റ്ലി ഉണങ്ങിയതിന് ശേഷമേ ഇതിന് മേലിൽ ടച്ച് ചെയ്യാവുള്ളൂ. അല്ലെങ്കിൽ ആ പെയിൻറ് ഇളകി വരാനുള്ള ചാൻസ് ഉണ്ട്. ഞങ്ങൾ പറഞ്ഞു കൊടുത്ത് എഴുതിപ്പിച്ചത് ഞങ്ങളൊന്ന് റെഡ് കളർ കൊണ്ട് ഹൈലൈറ്റ് ചെയ്തു. എന്നിട്ടൊരു ക്യാൻവാസ് എടുത്തിട്ട് അത് ജസ്റ്റ് ഒന്ന് ഗ്ലൂ സ്പ്രെഡ് ചെയ്തിട്ട് ഞങ്ങളിതിലോട്ട് ഒട്ടിക്കുകയാണ്. ഇത് മാഗ്നറ്റാണ്. അത് ഞങ്ങൾ സെപ്പറേറ്റ് മേടിച്ചതാണ്. ഇതിൻ്റെ കൂടെ ഒരു മാഗ്നറ്റ് ഷീറ്റ് ഉണ്ടായിരുന്നു. ഞങ്ങളത് യൂസ് ചെയ്തില്ല. ഞങ്ങൾ ഉണ്ടാക്കിയ ആനിമൽ ക്യാരക്ടറിൻ്റെ പുറകിൽ ഞങ്ങളിത് ഫിക്സ് ചെയ്തു. പിന്നെ ക്യാൻവാസിൻ്റെ 2 സൈഡിലും ഞങ്ങൾ ഫിക്സ് ചെയ്തു. ഈ വീഡിയോയിലെ സ്കോർ ഷീറ്റുള്ള മാഗ്നറ്റ് ഷീറ്റാണ് കാണാൻ കഴിയുക. ആദ്യം അതാണ് വെച്ചത്, പിന്നെ അത് മാറ്റിയിരുന്നു. പിന്നെ നേരത്തെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് സീക്വൻസ് ഞങ്ങൾ സ്റ്റിക്ക് ചെയ്യുകയാണ്. എൻ്റെ കയ്യിലുണ്ടായിരുന്ന ഒരു ഗിൽറ്റർ പേപ്പർ യൂസ് ചെയ്ത് അത് ഫിനിഷിങ്ങിന് വേണ്ടിയിട്ട് ഇതിൻ്റെ ചുറ്റും ഒന്ന് സ്റ്റിക്ക് ചെയ്യാണ്. ഇനി ഈ മാഗ്നറ്റ് നമുക്ക് ഇതുപോലെ ഫിക്സ് ചെയ്യാം. ഇത് വളരെ എളുപ്പത്തിൽ തന്നെ ചെയ്യാം. അവരുടെ ക്രിയേറ്റിവിറ്റി, ഇമാജിനേഷൻ എല്ലാം കൂട്ടാൻ ഇത് സഹായിക്കും. അതുകൂടാതെ ഒരു ഗിഫ്റ്റ് ഐഡിയയും കൂടെയാണ്.